എല്ലാവരും വലിയ തോതിലാണ് കൃത്യമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് വേറെ ചില കല്ലുകടി ഭരണകക്ഷിക്കുണ്ട്. ഒന്ന്, ശബരിമലയുടെ വിഷയം ലോക്കൽ തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കാം. കാരണം അതിനിപ്പോൾ ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ മുരാരി ബാബുവായി, ഇനിയിപ്പോൾ ആദ്യം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി, പിന്നെ അത് അനന്ത സുബ്രഹ്മണ്യമായി, മുരാരി ബാബുവായി. ഇനി വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെയാണ് വമ്പൻ സ്രാവുകൾ ആരെങ്കിലുമൊക്കെ വീഴുമോ, നേരെ പോയി പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തുമോ, ഇനി അവിടെ കഴിഞ്ഞിട്ട് മന്ത്രിമാരിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ കേസുകൾ കിടപ്പുണ്ട്. ഈ കേസെല്ലാം ED പല തലത്തിലൊക്കെ വച്ചിരിക്കുകയാണ്. അതെല്ലാം കൂടെ കുത്തിത്തിരികി ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ പ്രശ്നം ഭരണപക്ഷത്തിന് ക്രിയേറ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ NSSൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ശക്തമായ പിന്നെ എതിർപ്പാണ് എല്ലാ ഭാഗത്തു നിന്നും അവരുടെ സംവിധാനത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഇനി NSS നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നയിൽ യോഗം ചേർന്ന് സുകുമാരൻ നായരും സംഘവും പെരുന്നാപ്പോപ്പും സംഘവും പുതിയ തീരുമാനമെടുക്കുമോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലപാട് ഇതാണ്, നമ്മൾ വീണ്ടും സമദൂരത്തിലേക്ക് പോവുകയാണ്, ശരിതീരവും പ്രശ്നാധിഷ്ഠിത പരിപാടിയൊക്കെ മാറ്റി ഞങ്ങളിതാ വീണ്ടും സമദൂരത്തിലേക്ക് പോവുകയാണെന്ന് NSS പറയുമോ? ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു നിലപാടും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നിലപാടുമായി മാറി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വരുമോ? വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എപ്പോഴും LDF വരണമെന്ന് പറയുമ്പോഴും അങ്ങനെയല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു സമദൂര സിദ്ധാന്തം പിടിച്ചിട്ട് അതിൻ്റെ ഒരു ട്രെൻഡും കൂടെ നോക്കിയിട്ട് പിന്നെ ഇത് പിടിക്കുമോ? അതോ അല്ല ബ്ലൈൻഡായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാങ്ക് ചെക്ക് കൊടുക്കും പോലെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ LDF തന്നെ വരട്ടെ എന്നുള്ള ഒരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ എടുക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് ഇപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ പറയുന്നു. അത് മൊത്തത്തിൽ മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയും സംഘവും LDFിലേക്ക് വരുമോ, അതോ അവരിലുള്ള അണികൾ ഒരുപാട് പേർ ഇപ്പുറത്ത് ചേരുമോ, കുറേ നേതാക്കൾ ഇപ്പുറത്ത് ചേരുമോ എന്നുള്ള ചർച്ചയും നടക്കുന്നു. മോൻസ് ജോസഫൊക്കെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനമൊക്കെ നടത്തി കുറേ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന വളരെ മനോഹരമായ ഒരു പൊളിറ്റിക്കൽ അനാലിസിസാണ് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്.